പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ശാശ്വതമല്ല. കാലം അത് വീണ്ടും തെളിയിച്ചു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട് നടന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. CPM ഹാൻഡിലുകൾ അവരാണ് എന്റെ PR മുഴുവൻ നടത്തിയത്. ഇത് നന്ദിയുണ്ട് അവരോട്. ഞാൻ ഒന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം എന്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എന്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിൽ എന്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. താൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ താൻ ശക്തമായി എതിർത്തിരുന്നെന്നും എതിർപ്പിന്റെ കാരണം ഈ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് പരിസ്ഥിതി പഠനം വിശദമായി നടത്തണമെന്നും നടത്തിയ ശേഷം മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാവുള്ളൂ എന്ന് നിർബന്ധമായും പറഞ്ഞതിനെ CPM ഹാൻഡിലുകളും നേതാക്കന്മാരും ഒക്കെ തന്നെ നിരന്തരം കളിയാക്കുകയും ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുകയും ചെയ്ത സന്ദർഭമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഈ സമയത്ത് മാധ്യമങ്ങളോട് പറയുകയാണ്. താൻ വികസന വിരുദ്ധനാണെന്നും മണ്ണ് പരിശോധനാ വിദഗ്ധനാണെന്നും ഒക്കെയാണ് തന്നെ കുറിച്ച് CPM ഹാൻഡിലുകളും സൈബർ സഖാക്കളും പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ തനിക്ക് ഏറ്റവും കൂടുതൽ PR വർക്ക് ചെയ്തതും ഈ കാര്യം പറഞ്ഞു തന്നെ ആയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഈ സമയത്ത് പറയുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെന്റ് അല്ലേ. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ നോക്കുന്നതല്ല. ഒരുപക്ഷെ CPM ഏറ്റവും കൂടുതൽ തന്നെ എതിർത്ത വിഷയവും ഇത് തന്നെ ആയിരിക്കുമെന്നും തന്നെ അന്ന് എതിർത്ത് പബ്ലിസിറ്റി ചെയ്ത സൈബർ സഖാക്കളോടൊക്കെ തനിക്ക് നന്ദിയുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്നെയുമല്ല, തന്നെ വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞാണ് ഇവർ നിരന്തരം ആക്രമിച്ചിരുന്നത്. ഇലക്ഷന് 2-3 മാസം മുമ്പ് അവർക്ക് ഏറ്റവും വലിയ വിഷയമായിരുന്നു തന്നെ എതിർക്കുവാനുള്ളത് വികസന വിരോധി എന്ന രീതിയിൽ എന്നാണ് സതീശൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപക്ഷെ അത് തനിക്ക് ഗുണം ചെയ്തെങ്കിലും അന്നേ പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠനം നടത്താതെ ചെയ്യരുതെന്ന് ആവുന്നത് പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുകയാണ്. അതൊരു മന്ത്രിസഭ എടുത്ത തീരുമാനമായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം മാത്രമേ ഇത് തുടർന്ന് പദ്ധതിയുടെ വർക്കുകൾ തുടങ്ങുകയുള്ളെന്നും മുഖ്യമന്ത്രി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതിൽ നിന്നും എന്റെ ഒരു ചിന്താഗതി ഞാൻ പറയുകയാണെങ്കിൽ CPM ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ നിരന്തരം എതിർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അവർ എതിർക്കുന്ന വിഷയം നാടിന് ഗുണമുള്ളതായിരിക്കും. അവർ എതിർക്കുന്ന വ്യക്തി ശരിയായ വഴിയിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. അത് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ എന്താണ് CPM മറുപടി പറയാനുള്ളതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.